എന്താ ഉണ്ടാകുന്നേ? ഫിഷ് ഫ്രൈ. എന്തൊക്കെയോ പരിപാടിയിലാണ് അച്ഛനും മോനും. എന്നെ അടുപ്പിക്കുന്നില്ല ഗൈസ്. വായിൽ വെക്കാൻ കൊള്ളാവോ? ഉറപ്പാ? നോക്കട്ടെ. അപ്പം അതേണ്ട നമുക്ക് നല്ല അടിപൊളി മത്തി കിട്ടിയിട്ടുണ്ടേ. അപ്പയല്ല അപ്പോൾ അതിലേക്കുള്ള മസാല ഉണ്ടാക്കുക. കടുക് അതല്ല കേട്ടോ. ഞാൻ കറി വയ്ക്കാൻ എടുത്തതാണ്. ആട് ഇതിപ്പോൾ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളകൊന്നും വേണ്ട. ഞാൻ എടുത്തു നോക്കാൻ പറഞ്ഞു. ദീക്ഷിത്തു എടുത്തു കൊടുക്കൂ. യെസ്. ഒന്നും എടുത്തു തരൂല. എല്ലാം അവനവൻ തന്നെ എടുക്കണം. ഞാൻ ഇവിടെ എൻ്റേതായ കുക്കിങ്ങിലാണ് ഗൈസ്. നമ്മുടെ കണിവെള്ളരിക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് വെച്ചാൽ സൗണ്ട് ഉണ്ടാക്കില്ല, കേട് വരുന്നതുകൊണ്ട് ചെറിയൊരു വെള്ളരിക്ക ഓലെന്നൊക്കെ പറയും നമ്മുടെ. പക്ഷെ തേങ്ങാപ്പാലും കൂടി വയ്ക്കണമായിരുന്നു അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതെൻ്റെ പാചകം. ഇത് പരിപ്പ് കറി വെച്ചിട്ടുണ്ട്, ചോറായിട്ടുണ്ട്, മുളകൊക്കെ ഇതിൽ തന്നെ ഇടുന്നുണ്ട് കേട്ടാ. ഇതെന്തോന്നാ ഇതിലിട്ടെ? മഞ്ഞളും മല്ലിയാ? കുരുമുളക് വേണ്ട? അതാ കൈ അത്രയും വേണ്ട. മുളകും പച്ചമുളക് ഇട്ടു കേട്ടോ. പച്ചമുളകെല്ലാം എങ്ങനെയാ കൈമ പിടിക്കുന്നത്? കുക്കിംഗ് പാർട്ട്ണർ. യെസ്, ഇതെൻ്റെ കുക്കിംഗ് പാർട്ട്ണർ, അത് ഇദ്ദേഹത്തിൻ്റെ കുക്കിംഗ് പാർട്ട്ണർ. വെളിച്ചെണ്ണ ഉപ്പ്. ഓക്കെ, ദിസ് ഈസ് ഉപ്പ്. മതി എന്നാ ഇത്? അയ്യോ, ഉപ്പിടുന്നു ഗൈസ്. സുജലേട്ടൻ ഉപ്പിടുന്നു ഗൈസ്. എന്താവും എന്തോ, കർത്താവിനറിയാം. ഉപ്പ് എന്താ വരുന്നില്ലേ? ഇതെന്തുവാ? അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാമെന്ന് പറയാൻ പറഞ്ഞു സുജലേട്ടൻ. ഡീച്ചോ അരക്കുന്ന ആള് വെള്ളം ഒഴിക്കണ്ടല്ലോ ലേശം. ഓക്കെ, അറിയുന്നില്ല ഗൈസ്. നമ്മൾ പറയുമ്പോൾ അതിനൊരു വിലയില്ല. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മതി. അതിപ്പോൾ നല്ല വെള്ളമാക്കി. ബീച്ചിന് നല്ല മോതിരെല്ലാം ഉണ്ടല്ലോ. എന്താ വെച്ചാ അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡിയായി ഗൈസ്. അടുക്കളയെ വൃത്തിയാക്കി എടുക്കണമെങ്കിൽ ഒരാളെ പണിയുണ്ട്. ഇവരെ ഞാൻ ഫ്രൈ ആക്കും അച്ഛനിമാൻ. പുറത്ത് കളയല്ലപ്പാ. ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ട് പുറത്ത് പോയാൽ മതി രണ്ടാളും. ഓക്കെ, ടീക്ക്.
मेरा कुकिंग पार्ट मैं ഞാൻ മെയിൻ ഷെഫാണ്. എൻ്റെ കുക്കിംഗ് അസിസ്റ്റൻ്റ് ആണ് ഇതെല്ലാം വൃത്തിയാക്കേണ്ടത്. എൻ്റെ കുഞ്ഞിക്ക് കഴിയുന്നില്ലപ്പാ, എൻ്റെ കുഞ്ഞിക്ക് കഴിയുന്നില്ലപ്പാ, കുഞ്ഞിക്ക് ക്ഷീണം പിടിച്ച്. ഇതെന്നാ കുമ്പ. ഇത് എത്ര മാസം ഗൈസ്? കമന്റ് ബിലോ. അയ്യോ നേരക്ക് അങ്ങനെ തന്നിട്ടാണ്. അയ്യോ കടവുളി. ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കറിയാക്കി എടുക്കാം. നല്ല അരപ്പ്. നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ മീൻ പൊരിക്കാൻ ഓയിലാണ് യൂസ് ചെയ്യാറ് ഗൈസ്. ഇത് പണിയിൽ വൃത്തിയും വെടിപ്പും ഉണ്ട് അത്ര. പാത്രം ചൂടാവൊന്നും വേണ്ട. പാത്രം ചൂടായിട്ടല്ലേ എടുത്ത് വെക്കല് ശംഖു? സുജലേട്ട സ്പെഷ്യൽ മീൻ ഫ്രൈ, ഫിഷ് ഫ്രൈ, മത്തി ഫ്രൈ. നല്ല ഫ്രൈ ആയി വെച്ചേക്കാം. ബാക്കിയുള്ള മസാലയും കൂടി ചേട്ടനെ ഇതിൽ ഒഴിച്ചു കൊടുക്കണ്ട ഗായ്സ്. ഇത് സംഭവം ലാസ്റ്റ് കറിയാക്കി തരണേ. ക്രിസ്ത്യൻസ് അങ്ങനല്ലേ പൊരിച്ചിട്ട് അറിയില്ല. മീൻ കറിയാ? മീൻ പൊരിച്ചിട്ട് അറിയില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോ നല്ലത് ചൂട് അയച്ചോടാ. കേ പൊള്ളിപ്പോയാ? നല്ല മണമുണ്ട്, പക്ഷേങ്കിൽ മസാല കുറച്ച് അധികമായി പോയോ സംശയമില്ലാതില്ല ഗൈസ്. നോക്കാം നമുക്ക്. കുക്കിംഗ് ടൈം ഗൈസ്. ഓക്കെ ഓക്കെ. ക്യാമറ കണ്ണുകൾ നിങ്ങളെ ഉറ്റുനോക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനില്ല ഇന്ന്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോലം ഗായ്സ്. അച്ഛനും മോനും മാത്രം കുക്കിങ്ങിൽ. ഇത് മറിച്ചിടുന്നുണ്ടാ? ഇതിപ്പോൾ കഴിഞ്ഞ് കുത്തി കയറുമ്പോൾ അമ്മ ഇട്ടായിട്ട് കൊണ്ടുവന്നുണ്ട്. എന്നിട്ട് എന്നെ പറയുന്നത് കുറ്റം പറയുന്ന അച്ഛനും മോനും കൊരങ്ങന്മാർ. മങ്കി പിങ്കി പോങ്കി. മറിച്ചിടുകയാണ് ഗൈസ്. ഇതെന്നെ ഒറ്റ കൈ കൊണ്ട് ഞാനാക്കൂലേ? ഹലോ ഹലോ ശരിക്കൂല. അപ്പോൾ ഇതേണ്ട നമ്മുടെ ഫിഷ് ഇങ്ങനെ മറിച്ചും തിരിച്ചെല്ലാം ഇടുന്നുണ്ട് ഇവിടെ. കുക്കി പറയൊന്നല്ല, കുറ്റം ഉണ്ടെങ്കിൽ കുറ്റേ പറയുള്ളൂ ഞാൻ. പക്ഷെ ഇത് വേറെ ലെവൽ ഗൈസ്. ഇതൊന്ന് നേരെയാക്കിയിട്ട് ഇത്
ഈ ഒരു സാധനം മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് സത്യമായിട്ട് ഒരു 2 പ്ലേറ്റ് ചോറണം. സത്യമാണ് ഗൈസ്, 2 പ്ലേറ്റ് ചോദിക്കാം. ഇത് മാത്രം ഉണ്ടായാൽ മതി. നല്ല വെറൈറ്റി മസാല. അപ്പം ഞാൻ ഔദ്യോഗികമായിട്ട് ഞാൻ അല്ല, ഞാൻ എൻ്റെ കുക്കിങ്ങിൻ്റെ ആ ഒരു അധികാരം ഞാൻ സുജലേട്ടനെ ഏൽപ്പിച്ചിരിക്കുന്നു. 3 മാസം കഴിഞ്ഞിട്ട് എവിടെ പോവാ? ഞാനും വരുമല്ലോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുക്ക് ചെയ്യിപ്പിക്കും. ഡൺ ഗൈസ്. അപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയി ഗൈസ്. ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടാണ് ഞാൻ എൻ്റെ കണ്ണിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, നമ്മുടെ സുജലേട്ടൻ്റെ സ്പെഷ്യൽ റെസിപ്പി സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ഷെഫിനും അസിസ്റ്റൻറ്റിനും ഒരു വലിയ താങ്ക്സ് ചോദിക്കട്ടെ. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.